നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അടുത്ത സീസണിലേക്ക് ബാഴ്സയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയാണ്. ഇക്കാര്യം ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാറ്റലൻ മാധ്യമമാണ്, മറ്റാരുമല്ല മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ്റെ കാര്യമാണിത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പരിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം തന്നെയായിരുന്നു നായകൻ. ഇപ്പോൾ ഈ സീസണിൽ അങ്ങനെയല്ല, അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡിസൈഡഡ് ടു സ്ട്രിപ്പ് ഹിം ഓഫ് ദി ക്യാപ്റ്റൻസി എന്ന റിപ്പോർട്ട് മുണ്ടോ ഡിപ്പോർട്ടിവോ കൊടുക്കുന്നു. ഹൻസി ഫ്ലിക്കും ജോൻ ലാപ്പോർട്ടയും ഈ കാര്യത്തിൽ ഒരേ മ്യൂച്വലായിട്ടുള്ള എടുത്തിട്ടുള്ള തീരുമാനമാണ് ഇത്. നോക്കാം നമുക്ക് എന്താണ് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ട് എന്ന്. ടെർ സ്റ്റെഗൻ വിൽ നോട്ട് ബി ദി ക്യാപ്റ്റൻ നെക്സ്റ്റ് സീസൺ. ബാഴ്സ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാൻ. ഈ തീരുമാനം വന്നിരിക്കുന്നത് ഡിസിഷൻ ഈസ് മ്യൂച്വൽ ബിറ്റ്വീൻ ലാപ്പോർട്ട ആൻഡ് ഹൻസി ഫ്ലിക്ക്. ലാപ്പോർട്ടയും ഹൻസി ഫ്ലിക്കും ഒരുമിച്ചെടുത്ത തീരുമാനമാണിത്. എന്തായാലും ഇത്തവണ പരിക്ക് പറ്റി. ആദ്യത്തെ 2-3 മാസക്കാലം അദ്ദേഹം പുറത്തിരിക്കും. ഇനി അഥവാ ക്ലബിൽ തന്നെ തുടർന്നാലും അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് മാറ്റാൻ ഇതാ തീരുമാനമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൻസി ഫ്ലിക്ക് കുറച്ച് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയാണ്. അദ്ദേഹം ചില ചേഞ്ചസ് ബാഴ്സയിൽ ചില കാര്യങ്ങളിൽ വരുത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മീഡിയയുടെ ഓവർ എക്സ്പോഷർ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ കുറക്കണം. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഇവൻറ്റ്സ്, സെലിബ്രേഷൻസ്, ഇതെല്ലാം കുറച്ചുകൂടി സ്പോട്ട് ലൈറ്റ് കുറച്ച് നടത്തേണ്ടതാണ് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫ്ലിക്ക് വാണ്ട്സ് ദി മെയിൻ ഫോക്കസ് ടു ബി ഫുട്ബോളിലായിരിക്കണം പ്രധാന ഫോക്കസ്, മീഡിയ അറ്റൻഷൻ അല്ല. പാർട്ടികളും മറ്റു കൊമേഴ്ഷ്യൽ ഇവൻറ്റ്സും ഒക്കെ നടത്തി താരങ്ങളുടെ കോൺസെൻട്രേഷൻ മാറിപ്പോകുന്ന തരത്തിലാവരുത്, ഫുട്ബോളിൽ മെയിൻ ഫോക്കസ് വേണം എന്ന് ഫ്ലിക്ക് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു. എന്തായാലും അടുത്ത സീസണിൽ പൊളിച്ചെടുക്കാൻ തന്നെയാണ് ബാഴ്സ തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.